ഇതാ ഞാൻ ഇന്നൊരു പുതിയൊരു ഷൂട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാട്ടോ വന്നിട്ടുള്ളത്. പുതിയ തണ്ടുകൾ മുളയ്ക്കുന്നത്. പലരും പറയാറുണ്ട് വെച്ചിട്ട് തണ്ട് മുളയ്ക്കുന്നില്ല എന്നുള്ളത്. നമുക്ക് നമ്മുടെ പ്ലാന്റിൽ നിന്ന് ഒരു കൊമ്പ് നമ്മളുടെ കയ്യിൽ നിന്ന് അറിയാതെ ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അത് ഞാനിങ്ങനെ വലിയ നല്ല മൂത്തൊരു തണ്ടായിരുന്നു കേട്ടോ. കാരണം ഭയങ്കര വിഷമായി പോയി ഒടിഞ്ഞപ്പോ. ബഡ് വരുന്ന ആ ഒരു സ്റ്റേജിലുള്ള ഒരു തണ്ടായിരുന്നു. നല്ല കണ്ടോ, നല്ല ഹെൽത്ത് ഉള്ളത്. ഞാൻ എന്ത് ചെയ്തു, അത് ഇതുപോലെ ജസ്റ്റ് ഒരു പോട്ടിൽ ഞാനിങ്ങനെ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. വെച്ചിരുന്നത് അത്യാവശ്യം നല്ല വെയിലുള്ള സ്ഥലത്ത് തന്നെയാണ് കേട്ടോ ഈ പ്ലാന്റ് ഇരുന്നിരുന്നത്. പുറത്താണ്, ഷെഡിനുള്ളിലല്ല. വെയിലും നല്ല തണലും ഒക്കെ ഇങ്ങനെ മാറി മാറി വരുന്ന ഒരു കാലാവസ്ഥയിലാണ് ഈ പ്ലാന്റ് ഇരുന്നത്. ഇന്നിപ്പോ ഇതാ വന്ന് നോക്കിയപ്പോ കണ്ടോ, ഈ ഷൂട്ട് നോക്കി ജസ്റ്റ് ഇത് വെച്ചിട്ട് ഒരു 2 ആഴ്ചയൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. ഇതിൽ നിന്ന് 1 2 3 4 5 6 7 ഇവിടെ മുളക്കുന്നുണ്ട്, 8 ഇവിടെ പൊട്ടുന്നുണ്ട്, 9 10. ഇനി ഒരു 10 പുതിയ തൈകൾ നമ്മൾക്ക് ഇതിൽ നിന്ന് മുളയ്ക്കുന്നുണ്ട്. കണ്ടോ, കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം തോന്നി. അപ്പൊ അത് നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിനെ കൂടി നമുക്ക് ഒന്ന് കാണിക്കാമല്ലോ എന്ന് തോന്നി. എല്ലാ പ്ലാന്റിലും ഇങ്ങനെ വരണമെന്നൊന്നുമില്ല. ചില പ്ലാന്റുകൾ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ മുളച്ച് കിട്ടുന്നുണ്ട്. ചില സമയം എടുക്കാറുണ്ട്, 2 മാസമൊക്കെ ചിലപ്പോൾ നമുക്ക് വരാറുണ്ട്. പക്ഷെ ഇത് 2 ആഴ്ച കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ വന്നത്. നമ്മളിതിൽ ഫെർട്ടിലൈസർ അടിക്കുന്നുണ്ട് കേട്ടോ. അതുകൂടി പറയണം. നമ്മൾ ഈ പ്ലാന്റിനെ ഫെർട്ടിലൈസർ കൊടുക്കുമ്പോൾ അതോടൊപ്പം ഇതിനും കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിൽ ജസ്റ്റ് ഇങ്ങനെ വെറുതെ കുത്തി ഉണ്ടായതുള്ളൂ. ചകിരിയിൽ ഇങ്ങനെ വെറുതെ വെച്ചോളൂ. ഇപ്പോ ഫ്ലവർ വിരിയുന്നെങ്കിൽ വിരിയട്ടെ എന്നുള്ളൊരു ഇതിനിങ്ങനെ വെച്ചതാ. കളയാൻ തോന്നിയില്ല. കാരണം പ്ലാന്റിനോടുള്ള ഇഷ്ടം കൊണ്ട് ആ കൊമ്പ് അങ്ങനെ ഒടിഞ്ഞപ്പോ ജസ്റ്റ് അതിൽ കുത്തി വെച്ചു. പക്ഷെ അതിൽ നിന്ന് നമുക്ക് ഇത്രത്തോളം നമുക്ക് തൈകളാണ് ഈ മുളയ്ക്കുന്നത് കേട്ടോ. കണ്ടോ, അപ്പൊ എല്ലാവർക്കും ഇങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ. പ്ലാന്റിന്റെ കൊമ്പൊക്കെ ഇങ്ങനെ ഒടിയുന്നവരുണ്ടെങ്കിൽ അത് കളയാതെ നമുക്ക് ഇതുപോലെയൊക്കെ നമുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പുതിയ പുതിയ തൈകളൊക്കെ നമുക്ക് ഒരുപാട് കിട്ടും.